ശബരിമല ഇഷ്യൂ ഉണ്ടാക്കിയപ്പോൾ അവിടെ ഈ പിണറായിയുടെ സൂക്കേട് അവിടെയും വന്നു. അവിടെ രണ്ട് പെണ്ണുങ്ങളെ അറിയാമല്ലോ, ഒരു സ്ത്രീയെ വെച്ചുകൊണ്ട് പറയാം, ഒരു കാരണവശാലും ദൈവവിശ്വാസത്തെ തകർക്കാൻ ശബരിമല അയ്യപ്പൻ്റെ പവിത്രത കളയാൻ ലക്ഷ്യത്തോടുകൂടി രണ്ട് സ്ത്രീകളെ കയറ്റാൻ നോക്കി. അപ്പോൾ എതിർക്കാതിരിക്കാൻ പറ്റുമോ? ഞാനല്ലേ പോയി എതിർത്തത്. ഞാൻ ആദ്യമായിട്ട് എതിർത്തത്. സാധ്യമല്ലെന്ന് പറഞ്ഞു. 100-300 പോലീസുകാരും പെണ്ണുങ്ങളും, ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ആയിരക്കണക്കിന് അയ്യപ്പന്മാരുടെ അടുത്ത് കൂടി കയറുകയെന്ന് പറഞ്ഞു, തർക്കമായി. പക്ഷേ ആ പെണ്ണുങ്ങളെ പിണറായി വിജയൻ എല്ലാ ഏത് പോലീസ് നോക്കിയിട്ടും ശബരിമല ശാസ്താവിനെ കാണിക്കാൻ പറ്റിയില്ല, പറഞ്ഞു വിട്ടു. അത് നമ്മുടെ ഈ ഇങ്ങനെയുള്ള എന്നാ അന്നാണ് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് മടുക്കുക. എല്ലാ നേതാക്കന്മാരും അവിടെ കോൺഗ്രസിൻ്റെ ഇപ്പോൾ വരുന്നവരെല്ലാം പത്തനംതിട്ട പോയി കുത്തിയിരിക്കുക. അതുകൊണ്ട് പെണ്ണ് കയറാതിരിക്കുമോ? അവിടെ തടയണ്ടേ? അന്ന് ആദ്യമായിട്ട് എന്നെ ഒരു സഹായത്തിന് അവിടെ വന്നത് നമ്മുടെ സുരേന്ദ്രൻ വന്ന്, ചേട്ടാ ഞാനിവിടെ നിൽക്കാം, മാറിക്കോളാം. ഞാൻ നേരെ അവിടുന്ന് ഫോറസ്റ്റുകാരൻ്റെ പോലീസ് സ്റ്റേഷനായിരുന്നു. അവിടെ കയറി അവർ ഇഡ്ഡലിയൊക്കെ തന്നപ്പോഴാണ് വിശപ്പ് പോയി. എത്ര മണിക്കൂറാണ് നിന്നത്? അന്ന് മുതലുള്ള ബന്ധമാണ് സുരേന്ദ്രനായിട്ട്. എനിക്കറിയില്ല, എനിക്കറിയത്തില്ല. ഞാൻ സത്യസന്ധമായിട്ട് പറയുക, ഒരു കാരണവശാലും മത്സരിക്കണം എന്ന ഒരു നിർബന്ധത്തോടു അല്ല ഞാൻ നിൽക്കുന്നത്. മത്സരിക്കില്ല എന്ന് പറയാൻ പറ്റാത്തതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പാർട്ടി ചേരാനാണ് പാർട്ടി തീരുമാനം വരുന്നതെങ്കിൽ പിന്നെ BJPയുടെ നേതൃത്വം എന്ന് പറയുന്നത് കേൾക്കുക എന്നുള്ളതേ ഉള്ളൂ, അല്ല വേറെ ഒരു മാർഗമില്ല. അത് സ്വീകരിക്കില്ല. പിന്നെ ആ പാർട്ടി ചേർന്നിട്ട് കാര്യമുണ്ടോ? അത് എൻ്റെ പാർട്ടി ചേർന്നിട്ട് ഞാൻ പാർട്ടി കമ്മിറ്റി പറയുന്നത് കേൾക്കാതിരിക്കാൻ പറ്റുമോ? അതാണ്. ഞാനായാലും ചർച്ചയിലേക്ക് പോയിട്ടില്ല. ദൈവം സാക്ഷിയാണ് പറയുന്നത്, എന്നെ വിശ്വസിച്ചോളൂ. രാജ്യസഭ എന്തിനാണ് രാജ്യസഭ ഉപയോഗിക്കുന്നതിൻ്റെ ഇലക്ഷനിൽ നിന്ന് വോട്ട് മേടിക്കുന്ന കാര്യം ആലോചിക്കുക, അല്ലാതെ പിന്നെ രാജ്യസഭ വോട്ടിൻ്റെ കാര്യം. വോട്ട് മേടിക്കാൻ ഞാൻ ജയിച്ചോളാമല്ലോ, നിൽക്കാൻ എനിക്ക് ധൈര്യമുണ്ട്, ഒരു കുഴപ്പം. അല്ല, ഇവിടെ വന്നിട്ട് എനിക്കറിയത് ഇന്നലെ വിളിച്ച് പറഞ്ഞത്, ഇന്ന് വരാൻ പറയും, വന്നു. ഇനി അവർ പറയുന്നതനുസരിച്ച് തീരുമാനം, അത്രേ ഉള്ളൂ.